മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഇതാ നിഷ ജോസ് കെ മാണിയെ കളത്തിലിറക്കാൻ ഒരുങ്ങുന്നു കേരള കോൺഗ്രസ്. സ്ത്രീ വോട്ടുകൾ കൂടുതൽ ലഭിച്ചാൽ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്നാണ് പ്രതീക്ഷ. മണ്ഡലത്തിലെ പൊതുപരിപാടികളിൽ നിഷ ജോസ് കെ മാണി സജീവമായി പങ്കെടുക്കുന്നുമുണ്ട്. നിഷയെ പരിഗണിക്കുന്നത് മുന്നിൽ കണ്ടാണ് റോഷി അഗസ്റ്റിൻ ജോസ് കെ മാണിയെ പരസ്യമായി നിർദ്ദേശിച്ചതെന്നാണ് സൂചന. അഖിലാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. അഖിൽ, കുറച്ചധികം ദിവസങ്ങളായി നിഷയുടെ പേര് കേൾക്കുന്നുണ്ടായിരുന്നു അവിടെ പാലായിൽ മത്സരിക്കുമെന്ന്. പക്ഷേ റോഷി അഗസ്റ്റിൻ ഒരു പടി കൂടി കടന്ന് ജോസ് കെ മാണിയുടെ പേര് നിർദ്ദേശിച്ചപ്പോൾ നമ്മൾ അതിലെ ഒരു പൊളിറ്റിക്സ് മനസ്സിലാക്കിയതാണ്. ഏതായാലും നിഷയെ തന്നെയാണോ ഇപ്പോഴും പരിഗണിക്കുന്നത് പാലായിൽ, അതോ ജോസ് കെ മാണി രംഗത്തിറങ്ങുമോ? വിനീത, ഇതിലൊരു തീരുമാനം ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം 23-ാം ചേരുന്ന LDF-ന് ശേഷം ഏതൊക്കെ കൃത്യമായ സീറ്റുകൾ ഒരു ധാരണ വന്നതിന് ശേഷം സ്ഥാനാർത്ഥി തീരുമാനം ഉണ്ടാകും. പക്ഷേ ഈ സ്ഥാനാർത്ഥികൾ തീരുമാനിക്കും. അതായത് കഴിഞ്ഞ കേരള കോൺഗ്രസിന്റെ യോഗത്തിൽ തീരുമാനിച്ചാണ് ചെയർമാൻ സ്ഥാനാർത്ഥികൾ ആരൊക്കെ മത്സരിക്കണമെന്ന കാര്യത്തിൽ പാർട്ടി ചെയർമാൻ തീരുമാനിക്കും. പാർട്ടി ചെയർമാന്റെ തീരുമാനങ്ങൾക്ക് നേരത്തെ തന്നെ വിട്ടിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ആ തീരുമാനങ്ങളിലേക്ക് കടന്നിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും നിഷ ജോസ് കെ മാണിയുടെ പേര് വലിയ രീതിയിൽ തന്നെ പാലാ മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം സജീവമായി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ സജീവമായി മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിനുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങൾക്കും പരിപാടികളും ഒക്കെ സജീവമായി നിഷ ജോസ് കെ മാണി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എന്തായാലും റോഷി അഗസ്റ്റിൻ ഇത്തരത്തിൽ നേരത്തെ കൂട്ടി, അത് പാർട്ടി ചെയർമാൻ പ്രഖ്യാപിക്കുമുണ്ട്. പാർട്ടി യോഗത്തിൽ പാർട്ടി ചെയർമാൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പറഞ്ഞത് തൊട്ടുമുമ്പ് പതിവിൽ നിന്നും വിപരീതമായി തന്നെ ഈ റോഷി അഗസ്റ്റിൻ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തി. അല്ലെങ്കിൽ ജോസ് കെ മാണി മത്സരിക്കുമെന്നുള്ളത് നിഷ ജോസ് കെ മാണിയുടെ മത്സര സാധ്യത മുന്നിൽ കണ്ടാണ് എന്നൊരു വിലയിരുത്തലാണ് എന്തായാലും പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്നാലും ഒരു തീരുമാനം, അതായത് നിഷ ജോസ് കെ മാണി മത്സരിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത തീരുമാനം വന്നിട്ടില്ല. ഒരുപക്ഷെ അവസാന ഘട്ടത്തിൽ ജോസ് കെ മാണി തന്നെ രംഗത്തിറങ്ങാനുമുള്ള സാധ്യതയുണ്ട്. നിലവിൽ അവർ കണക്കാക്കുന്നത്, അതായത് പാലായിൽ മാണി സി കാപ്പൻ UDF സ്ഥാനാർത്ഥിയും BJP സ്ഥാനാർത്ഥി ഷോൺ ജോർജും ഇത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ഇനി ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങൾ മാത്രമാണ് വരാനുള്ളത്. അപ്പോൾ 2 പുരുഷ സ്ഥാനാർത്ഥികളുണ്ടാകുമ്പോൾ മറുവശത്ത് ഒരു വനിതാ സ്ഥാനാർത്ഥി നിർത്തിക്കഴിഞ്ഞാൽ സ്ത്രീ വോട്ടുകളിൽ കൂടുതൽ വിജയിക്കാൻ കഴിയുമെന്നൊരു തന്ത്രമാണ്. പക്ഷേ എന്നാലും ആ കാര്യത്തിലൊന്നും ഇപ്പോഴും ഒരു വ്യക്തത പുറമായി വന്നിട്ടില്ല. 23-ാം ചേർന്ന LDF യോഗത്തിന് ശേഷമായിരിക്കും കൃത്യമായ സ്ഥാനാർത്ഥി ഇനത്തിലേക്ക് ഒരു വ്യക്തത തെളിഞ്ഞു വരിക. വിനീത, ശരി, അഖിലാണ് വിശദാംശങ്ങൾ നൽകിയത്. നമുക്കിപ്പോൾ കൊല്ലത്തേക്ക് പോകാം. അവിടെ കൊട്ടാരക്കര വളരെ ശ്രദ്ധാകേന്ദ്രമായിരിക്കുകയാണ്. മത്സരം പൊടിപാറുമെന്നുറപ്പാണ്.